ഈശ്വമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, ബെനഡിക്റ്റ് പ്രയർ 69-ാം ദിനം. മക്കളെ ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 15-ാം വചനം, നിനക്ക് അഹിതമായത് അപരനോടും ചെയ്യരുത് എന്ന് തോബിയാസിന് നിർദ്ദേശം കൊടുക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ പെരുമാറ്റം, ആദരവാർന്ന പെരുമാറ്റം ഉണ്ടാകുവാൻ, മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ, സഹപ്രവർത്തകരോടും മാതാപിതാക്കളോടും അധികാരികളോടും സഹോദരങ്ങളോടും തന്റെ കൂടെ ആരൊക്കെ ഉണ്ടായാലും സമൂഹത്തിൽ എല്ലാവരോടും ആദരവാർന്ന സേവന മനോഭാവവും പെരുമാറ്റ ശൈലിയും ഉണ്ടാകുവാനും, സ്വഭാവ ദൂഷ്യങ്ങൾ, ദുശീലങ്ങൾ, പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളിലെല്ലാം മിതത്വം പാലിച്ചുകൊണ്ട് കൃപയാർന്ന ജീവിതം നയിച്ച് ദൈവകൃപയ്ക്ക് അനുഗ്രഹത്തിന് കാരണക്കാരായി തീരുവാൻ നമുക്ക് ഈ രാത്രിയിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തോബിത്ത് 4:15 നിനക്ക് അഹിതമായത് അപരനോട് ചെയ്യരുത്. കർത്താവായ ഈശോയുടെ മക്കളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സംസാരവും പെരുമാറ്റവും എപ്പോഴും കൃപയുള്ളതായി തീരട്ടെ. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെയും അവരുടെ വ്യക്തിത്വത്തെയും മാനിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. അങ്ങനെ എല്ലാവരുടെയും പ്രീതിക്കും സ്നേഹത്തിനും ഞങ്ങളുടെ മക്കൾ കാരണക്കാരാവുകയും കൃപയാർന്ന ജീവിതത്തിൽ ഉടമകളായി അങ്ങയുടെ അനുഗ്രഹത്തിന് കാരണക്കാരായി തീരട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ. സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. ഓ ഈശോനാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ. അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമീൻ.